നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂട് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. പട്ടാമ്പി മണ്ഡലത്തിലും തകൃതിയായ ഇലക്ഷൻ പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളത് ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി TP ഷാജിയാണ്. അപ്പോൾ പര്യടനത്തിലാണ് അല്ലേ, എന്ത് തോന്നുന്നു? ഇന്ന് കാലത്ത് കൊപ്പം പഞ്ചായത്തിൽ ആരംഭിച്ച പര്യടനം വളരെ വിജയകരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പമാണ് പര്യടനം നടത്തുന്നത്. വലിയ രീതിയിലുള്ള ഒരു റെസ്പോൺസ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ മാറണം എന്നുള്ള ആഗ്രഹമാണ് ബഹുഭൂരിഭാഗം ജനങ്ങളും പ്രകടിപ്പിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ തവണ നടന്ന കൊപ്പം പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ് ഐക്യജനാധിപത്യ മുന്നണി പരാജയപ്പെട്ടത്. എന്നാൽ ആ ഒരു തെറ്റ് തിരുത്തിക്കൊണ്ട് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ശക്തമായ അടിത്തേരുള്ള ഒരു പ്രദേശമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാവും ഈ തെരഞ്ഞെടുപ്പ്. ആയതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പരിപൂർണമായ പ്രതീക്ഷ. എതിർ സ്ഥാനാർത്ഥികളും ശക്തരാണ്. സിറ്റിംഗ് MLAയുമായിട്ടാണ് മത്സരം. അപ്പോൾ ഒരു ജനകീയത കൂടുതലുണ്ട് മൂപ്പർക്ക്, അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഒരു ജനകീയത എന്നല്ല, അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ്. ഇത് ഐക്യജനാധിപത്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഒരു വ്യക്തിപരമായ കാര്യങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ മികവോ ചർച്ച ചെയ്യപ്പെടേണ്ട എന്നാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം. ആയതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് തീരുമാനിക്കുന്ന ജനങ്ങൾ ഈ നിയമസഭയിലും അതിന് സമാനമായ രീതിയിൽ ഈ നിയമസഭാംഗത്തെ മാറ്റി നിർത്തണമെന്ന് സ്വാഭാവികമായിട്ടും തീരുമാനിക്കും. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വൈകി. പ്രഖ്യാപിച്ചതിന് ശേഷം ഒരുപാട് സംഭവ വികാസങ്ങൾ ഉടലെടുത്തു. വിമത സ്ഥാനാർത്ഥി വരെ വന്നു. അപ്പോൾ ആ ഒരു ഇതൊക്കെ ഇലക്ഷനെ ബാധിക്കും എന്ന് തോന്നുന്നു. 1-2 ദിവസം അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണ് ബഹുഭൂരിഭാഗം ആളുകൾ. ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വിമത ഭീഷണികളായാലും അതല്ലെങ്കിൽ എതിർ ശബ്ദങ്ങളായാലും അതൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചത് ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ ഐക്യജനാധിപത്യ മുന്നണി പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവർത്തകരുണ്ടെങ്കിലാണ് അത്തരത്തിലുള്ള വിമത നീക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പട്ടാമ്പി നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള വിമത ശബ്ദമില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള വിമത ശബ്ദങ്ങളുണ്ട്. സ്വന്തം പാർട്ടിയിൽ തന്നെ സ്ഥാനാർത്ഥി പറ്റില്ല എന്ന തീരുമാനം അടക്കം എടുത്തത്. പക്ഷേ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊന്നും കോൺഗ്രസോ അല്ലെങ്കിൽ ഐക്യജനാധിപത്യമോ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. സ്വാഭാവികമായും അതിലുള്ള ചില അഭിപ്രായങ്ങളൊക്കെ പരസ്യമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലൊക്കെ പറയാറുണ്ട്. എന്നാൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൽ നിന്ന് പ്രതീക്ഷിച്ചിരിക്കേണ്ട എന്നുള്ള സന്ദേശം ജനങ്ങൾ എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ടീം UDF ആണ്, വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.